നമസ്കാരം. പാൻ കാർഡും ആധാർ കാർഡും ഉള്ളവർക്ക് ഒരു മിനിറ്റിനുള്ളിൽ 25,000 രൂപ വരെ പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ഒരു NBFCയുടെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോൺ, പേഴ്സണൽ ആയിട്ടുള്ള ലോൺ എല്ലാ ആൾക്കാരും നിരന്തരമായിട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അത് ഫേക്ക് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷനിൽ പോകുന്നതുകൊണ്ടാണ്. കൃത്യമായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിന്ന് മാത്രം നിങ്ങൾ ലോഡ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നേരത്തെ ഞാൻ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇൻ കേസ് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ കേരള സൈബർ സെല്ലിന് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്ന കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് RupeeRedee എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ലോൺസ് നമുക്ക് കിട്ടുക. ആദ്യമായിട്ട് ഇത് RBI അപ്രൂവ്ഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇവരുടെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം മറ്റൊരു കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ഒരിക്കലും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCകൾ നേരിട്ട് ലോൺ കൊടുക്കുന്നവയുണ്ട്. അതേപോലെ തന്നെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCകൾ തേർഡ് പാർട്ടി വഴി ലോൺ കൊടുക്കുന്നവയുണ്ട്. RupeeRedee ഈസ് പാർട്ട്നേർഡ് വിത്ത് ലെൻഡിംഗ് പാർട്ട്ണർ FincFriends പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺ NBFC രജിസ്റ്റേർഡ് RBI എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞത് FincFriends പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് RBI അപ്രൂവ്ഡ് ആണ്. അതിൻ്റെ താഴെ എഴുതി കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ RBI അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോൺ എടുക്കരുത്. നമ്മൾ ഇനി പോകേണ്ടത് ഈ FincFriends പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ആ ഒരു കമ്പനി RBI അപ്രൂവ്ഡ് ആണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. RBIയുടെ NBFC ലിസ്റ്റിലെത്തി 1236 റോയിൽ FincFriends പ്രൈവറ്റ് ലിമിറ്റഡ് കാണാൻ സാധിക്കും. അവർക്ക് ലൈസൻസ് റീഇഷ്യൂ ചെയ്തതാണ്. ഡിസംബർ 24, 2018 റീഇഷ്യൂ ചെയ്തു. ബംഗളൂരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഞാൻ FincFriends എന്ന് അടിച്ചു ഗൂഗിളിൽ. അടിച്ച സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഞാൻ കയറിയിട്ട് ഞാൻ ഇതിനകത്ത് നോക്കിയ സമയത്ത് അവരുടെ ഡിജിറ്റൽ ലെൻഡിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും RupeeRedee. അപ്പോൾ ഇത് അവരുടെ FincFriendsന്റെ വെബ്സൈറ്റ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ഞങ്ങൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ വഴി ലോൺ കൊടുക്കുന്നുണ്ട്. ഒന്ന് വിവ മണി, RupeeRedee. ഈ വിവ മണി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട്ണർ ജെന്യൂൻ ആയിട്ടുള്ള പാർട്ട്ണറാണ്. ജെന്യൂൻ ആയിട്ടുള്ള പാർട്ട്ണർ വഴി തന്നെയാണ് ഇവർ ലോൺസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മെയിൽ ചെയ്യാനും അവരുടെ നോഡൽ ഓഫീസറിനെയും കസ്റ്റമർ കെയറിനെയും അവരുടെ കമ്പനിയുടെയും ലെൻഡിങ് സർവീസ് പ്രൊവൈഡറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് RupeeRedeeയുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, സിമ്പിളായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ട്, വെരിഫൈ ചെയ്യാം. ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡിസ്ബഴ്സലാണ് നമുക്ക് കിട്ടുക. ബോറോവേഴ്സ് അറ്റ് RupeeRedee. An individual aged between 16 to 65 years having monthly income of minimum 15,000 through any authentic source can apply loan with RupeeRedee. 18-നും 65 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് 15,000 രൂപ മന്ത്ലി കൃത്യമായിട്ട് സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ കമ്പനിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വി ഡോണ്ട് discriminate between salaried or self-employed applicants. All are welcomes as a long minimum income criteria along with the other conditions is met. ഇവരെ പ്രത്യേകിച്ചിട്ട് ആൾക്കാരെ ആരും സാലറീഡ്, സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും അവർ ലോൺ കൃത്യമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. ഇവർ മെയിനായിട്ട് നോക്കുന്നത് ഇൻകംസ്, ലോ ഇൻകംസ്, ഇവർക്ക് ഇൻകം ഉണ്ടോ, കൃത്യമായിട്ടുള്ള വരുമാനം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പിന്നെ ഏജ് കാറ്റഗറി. വാട്ട് ഡോക്യുമെന്റ് ആർ റിക്വയർഡ് താഴെ നിങ്ങൾ കാണാം. We have made a loan process simple and easy for you. Keep your Aadhaar, PAN, net banking details handy for quicker and hassle-free disbursal in just 5 minutes. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഈനാച്ച് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ EMI ഓട്ടോമാറ്റഡ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണത്. അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ചോദിക്കുക. സോ ക്യാഷ് ലോണിൻ്റെ ഫീച്ചേഴ്സ് കാണാം. ഒന്ന്, ലോൺ 1000 രൂപ മുതൽ 25,000 രൂപ വരെ കിട്ടുള്ളൂ. ഒരുപാട് ലോൺസ് ഇല്ല. 1000 മുതൽ 25,000 വരെ. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് ഫ്രം 30%. വർഷത്തിൽ 30% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഒരു വർഷത്തേക്കാണ്. അപ്പോൾ മന്ത്ലി വരുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാവും. നിയറസ്റ്റ് 2.53% ഒക്കെ ഉണ്ടാവും. റീപേയ്മെന്റ് ടെൻഡർ അപ് ടു 3 months. 3 മാസം വരെ റീപേയ്മെന്റ് ചെയ്യാനുള്ള കാലാവധി ഉള്ളൂ. വെറും 3 മാസം. പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. 10 മുതൽ 15% വരെ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്. ബെനിഫിറ്റ് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു എ ബാങ്ക് അക്കൗണ്ട്, റീപേയ്മെന്റ് ടെൻഡർ അപ് ടു 3 months, നോ ബാങ്ക് വിസിറ്റ്,
നോ പേപ്പർ വർക്ക്. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ റിവ്യൂസ് കാണാം. ബോറോയിങ് എക്സ്പീരിയൻസ് അറ്റ് RupeeRedee 1-2 ആൾക്കാരുടെ റിവ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ മീഡിയയിൽ ET ടെക്, CNBC, മണി കൺട്രോൾ, ഡിം ഇതിലൊക്കെ അവരെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ബെസ്റ്റ് സൊല്യൂഷൻ ഓൺ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം. പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ഡീറ്റെയിൽസ്, ഇംപ്രൂവ് യുവർ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കോൺടാക്ട്സ് പേജിൽ കയറിയാൽ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ കമ്പനി മണിമിത്ര IT സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതാണ് അവരുടെ കമ്പനിയുടെ പേര്, RupeeRedee കമ്പനിയുടെ പേര്. ഇവരുടെ സിൻ നമ്പർ, രജിസ്റ്റേർഡ് ഓഫീസ്, ഹരിയാനയുടെ രജിസ്റ്റേർഡ് ഓഫീസ് കാര്യങ്ങൾ കാണാം. അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ നോഡൽ ഓഫീസറിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അവരുടെ മെയിൽ ID, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇവരെ അബൌട്ട് അസ് മറ്റുള്ള പേജസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ അവരുടെ ഓഫീസ് അഡ്രസ്സ് വീണ്ടും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. പുതിയൊരു പേജിൽ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്നു. ഈ ആപ്പ് 5 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 50 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു. ഇവിടെ കാണാം 5 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ്. 3 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് എന്താ കുറഞ്ഞെന്ന് നമ്മൾ ആപ്പിൻ്റെ റിവ്യൂസ് പരിശോധിക്കണം. ആദ്യമായിട്ട് ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. NBFC lending partner FincFriends Private Limited is an registered NBFC. Why RupeeRedee? ചോട്ട ലോൺ ബഡ്ക്കി ഖുഷി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുറച്ച് എമൗണ്ട് ഒക്കെ നമുക്ക് ലോൺ കിട്ടും എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഫൈൻ. അവർ ലോൺ ഓഫറിങ് കാര്യങ്ങൾ കാണാം. അവരുടെ EMI ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ലോൺ എടുത്ത് എത്ര എമൗണ്ട് അടക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ക്യാമറ, റീഡ്, എക്സ്റ്റേണൽ സ്റ്റോറേജ്, റൈറ്റ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ആക്ഷൻസ്, അത് നമ്മൾ ചോദിക്കും. ആക്സസ് ചോദിക്കുന്നത് ക്യാമറ ആക്സസ് ചോദിക്കും. നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് ആണ് ചോദിക്കുന്നത്. എക്സ്പ്ലനേഷൻ, ക്യാപ്ചർ, KYC ഡോക്യുമെന്റ്, സെൽഫി, അതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഫോണിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അത് ആക്സസ് ചോദിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ ആൻഡ് മീഡിയ, ലൊക്കേഷൻ ആക്സസ് ചോദിക്കും. To collect, monitor the location of your device, access the serviceability of your loan application. Serviceability ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ ആക്സസ് ചെയ്യും. ഈ 2 കാര്യങ്ങൾ അവർ ചോദിക്കും. ഈ 2 പെർമിഷൻസ് വേണം. ഈ 2 പെർമിഷൻ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുപോലെ ഡാറ്റ ആക്സസ് ഉണ്ടാവില്ല, നമ്മുടെ കോൺടാക്റ്റിൻ്റെ ആക്സസ് ചോദിക്കില്ല, അങ്ങനെ തോന്നുന്നു. ഇനി അതിവിടെ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി അഡ്രസ് പ്രൂഫ്, സെൽഫി, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി നമുക്ക് ഇവരുടെ ആപ്പിൻ്റെ റിവ്യൂസ് എന്താണ് മോശമാവാൻ കാരണം അത് നമുക്കൊന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. റിവ്യൂ നോക്കി, വെരി ബാഡ് കസ്റ്റമർ സർവീസ് ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് മോർ ദാൻ 3 months ബട്ട് ദർ ഈസ് നോ റിസൊല്യൂഷൻ ടു ടെക്നിക്കൽ ഗ്ലിച്ചസ് ഓൺ ദിസ് ആപ്പ്. അങ്ങനെ ആപ്പുമായിട്ട് സ്റ്റെക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതൊരാൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ദ ആപ്പ് നെവർ ഓപ്പൺസ് ആഫ്റ്റർ ദ ലോൺ ഹാസ് ബീൻ അപ്രൂവ്ഡ്. ലോൺ അപ്രൂവ് ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ആവുന്നില്ല, അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. വെരി യൂസർ ഫ്രണ്ട്ലി ലോൺ ആപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട്. അതിൽ നമ്മൾ സ്റ്റാർ റേറ്റിംഗ്, ഈ 1 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ കുറേ കമൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് വായിച്ചു നോക്കാം. ആരെങ്കിലും കൂടുതൽ എമൗണ്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ കൊടുത്തിട്ടുണ്ട്. ആപ്പ് UI ഈസ് ഓക്കെ, കൈൻഡ് ഓഫ് പ്രോസസ്സിങ് ഈസ് ഫാസ്റ്റ്, ഓക്കെ, ബട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് വെരി ഹൈ. ഒരാൾ ഇൻട്രസ്റ്റ് റേറ്റ് വെരി ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ 1 സ്റ്റാർ റേറ്റിംഗ് ഇട്ട് നോക്കാം. അങ്ങനെ നെഗറ്റീവ് നോക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ നോക്കിയിട്ട് കംപ്ലീറ്റ് ഒന്ന് പരിശോധിക്കാം. ആരെങ്കിലും പറ്റിച്ചു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും നെഗറ്റീവ് ഇട്ടത് ആപ്പിനകത്ത് ഗ്ലിച്ച് ഉണ്ട് അങ്ങനെയൊക്കെയാണ്. ഇൻട്രസ്റ്റ് റേറ്റും കുറേ കൂടുതലാണെന്ന് പറഞ്ഞിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കിയിട്ട് മാത്രം ലോൺസ് കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ റിവ്യൂസ് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നോക്കാൻ പറ്റും. 50 ലക്ഷം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചെറിയ തുകയൊക്കെ ആലോചിക്കുന്നവർക്ക് എളുപ്പത്തിൽ ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി RBI അപ്രൂവ്ഡ് NBFCയുടെ ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ എടുക്കാൻ വേണ്ടി അവരെ സഹായിക്കാം. മറ്റൊരു മികച്ച വീഡിയോ നാളെ കാണാം. ഇറ്റ്സ് മിനി ഷോണി സൈനിങ് ഓഫ്. ബൈ.